ഞാൻ ഒരു യങ് ഡയറക്ടറിനെ, ഒരു യങ് ആക്ടറിനെ, ഒരു നാഷണൽ അവാർഡ് വിന്നിംഗ് ഡയറക്ടറിനെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ സിദ്ധാർത്ഥ 101 ചോദ്യങ്ങളുടെ ഡയറക്ടറാണ്. എത്ര കഷ്ടപ്പെട്ടു ഈ പോയിന്റിലെത്താൻ സിദ്ധു? കോടമ്പാക്കത്ത് പോയി പൈപ്പ് വെള്ളമൊന്നും കുടിക്കാത്തതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ എങ്കിലും ന്യൂമോണിയ അതൊന്നും വന്നിട്ടില്ല. പക്ഷെ നമ്മളൊരു മേക്ക് ഓവർ ഉണ്ടല്ലോ, അതായത് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലേക്ക് ഒരു മേക്ക് ഓവറിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. കാര്യം ഒരു സിനിമ അതൊരു വലിയൊരു ഒരു എന്താ പറയുക, ഒരു വലിയൊരു പ്രോസസ്സാണ് ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. കാര്യം അതിനകത്ത് ആക്ടേഴ്സുമായിട്ട് ബന്ധപ്പെടുക, ബാക്കി ടെക്നീഷ്യൻസുമാരെ ബന്ധപ്പെടുക, അവരെ സംഘടിപ്പിക്കുക, ഒരു അറ്റ് എ ടൈം ഒരു സംഘാടകൻ കൂടി ആവണം, പിന്നെ പ്രൊഡ്യൂസറും കൂടി ആയതുകൊണ്ട് അതിന്റെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു പൂർണ്ണ സ്ഥിതിയിൽ എത്തുമ്പം ഇത് എത്താനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. സിദ്ധുവിനെ പോലെ ഒരുപാട് പേര് പടം പിടിച്ച് പെട്ടിയിലായി അത് പുറത്തിറക്കാൻ ബുദ്ധിമുട്ടിയ ഒരുപാട് പേരുണ്ട്. ആ സ്ഥലത്ത് സിദ്ധു സ്വന്തമായിട്ട് പടം പ്രൊഡ്യൂസ് ചെയ്ത് പിടിച്ച് അത് പുറത്തിറക്കുകയാണ്. നാഷണൽ അവാർഡ്. തീർച്ചയായും. സോ വേർ ആർ യു? എവിടെ എത്തി? ക്ലബ് എഫ്എമ്മിൽ ഷാന്റെ അടുത്ത് വരെ എത്തി. ചില്ലറ കാര്യമൊന്നുമല്ല ഒരു നടൻ ഡയറക്ടർ ആകുമ്പോൾ പ്രൊഡ്യൂസറെ കിട്ടാൻ. അതെ, അങ്ങനെ നടൻ പ്രൊഡ്യൂസർ ആകുമ്പോൾ അതെ ആ നടന്റെ ഒരു സ്റ്റേറ്റസ് പോലെ ഇരിക്കും. ലാലേട്ടനോ അല്ലെങ്കിൽ മമ്മൂക്കയ്ക്കോ അല്ലെങ്കിൽ പൃഥ്വിരാജിനോ ഒക്കെ പ്രൊഡ്യൂസർ കിട്ടാൻ ഒരു പ്രയാസവും കാണില്ല. പക്ഷെ ഇങ്ങനൊരു ഇപ്പൊ എന്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഐഡന്റിറ്റി ക്രൈസിസ് നിന്നൊരു നടനായിരുന്നു മലയാള സിനിമയിൽ. കാര്യം ഒരു കോമഡി ആക്ടർ ആണോ എന്നും ആരും അംഗീകരിച്ചിട്ടില്ലായിരുന്നു, സീരിയസ് ആണെന്നും ഇതാക്കിയിട്ടില്ല, അല്ലെങ്കിൽ വില്ലനാണ്, അങ്ങനെ ഒരു കരയ്ക്കെടുക്കാതെ നിന്നൊരു വെള്ളത്തിൽ ഇങ്ങനെ പോകുന്ന ഒരാളായിരുന്നു ഞാൻ. അത് എന്റെ പ്രോബ്ലം തന്നെയാണ്. കാര്യം ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു ആക്ടിങ് എന്നുള്ള മേഖലയിൽ. അതെ തീർച്ചയായിട്ടും. രഞ്ജിത്തിന്റെ ശ്യാമപ്രസാദിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് പറയുന്നത് അഭിനയത്തിൽ കംഫർട്ടബിൾ ആയിരുന്നില്ല എന്ന്. ഞാൻ കംഫർട്ടബിൾ ആയിരുന്ന കുറച്ച് മേഖലകൾ ഉണ്ടായിരുന്നു, കുറച്ച് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതിലൊരാളാണ് ശ്യാമപ്രസാദ് സാറിന്റെ ഋതു എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിച്ചിരുന്നു. അത് 2 മണിക്കൂർ പടത്തിൽ ഞാൻ 1 മിനിറ്റ് താഴെയാണ് ആകെ അഭിനയിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ എന്റെ ഭാഗം 1 മിനിറ്റ് താഴെയുള്ളൂ. പക്ഷെ പലരും ഋതുവിലെ അഭിനയത്തിൽ ഇപ്പോഴും എന്നെ ഒരുപാട് കൺഗ്രാജുലേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ നടൻ എന്ന രീതിയിൽ ഞാൻ തീർത്തും ഒരു പരാജയമാണെന്ന് മനസ്സിലാക്കിയൊരു സമയമായിരുന്നു ഞാൻ ശ്യാം സാറിന്റെ അടുത്ത്. കാര്യം അങ്ങനെ അത്ര ഒരു ക്യാരക്ടറിന്റെ ഒരു ഇതിൽ ഞാൻ വളരെയധികം ശുഷ്കിച്ചു പോയൊരവസ്ഥയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സത്യനന്ദിക്കാട് സാറിന്റെ പുതിയ തീരങ്ങൾ എനിക്ക് നല്ലൊരു അനുഭവമാണ്. ബാക്കിയൊക്കെ പലപ്പോഴും ഡയറക്ടേഴ്സിന്റെ കുറ്റമല്ല, എന്റെ തന്നെ പ്രോബ്ലമാണ്. എന്റെ തന്നെ ഒരു സ്പേസ് എനിക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റാത്തത് കൊണ്ട് പലപ്പോഴും ഒരു പരാജയം തന്നെയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആസ് ആൻ ആക്ടർ. And that's Siddhartha Shiva with me on Club FM Star Jam. Ton കണക്കിന് ഫൺ. AK-47 റെഡി ഷാൻ. ആൻഡ് എന്റെ കൂടെ ഉണ്ട് സിദ്ധാർത്ഥ ശിവ 101 ചോദ്യങ്ങളുടെ സംവിധായകനാണ്. National Award winning director. Question number 1. Who are you? Siddhartha. What are you? Director. How are you? Fine. Where are you? With Shan. ശബ്ദം കേട്ടിട്ട് അടൂർ ബാസിയെ പോലെ ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം ബെസ്റ്റ് ആക്ടർ ഷോയിൽ ഉണ്ടായിരുന്ന സമയത്ത് ശബ്ദം കേട്ടിട്ടും അഭിനയം കണ്ടിട്ടും ഒക്കെ അടൂർ ബാസിയെ പോലെ ഉണ്ടെന്ന് ജഡ്ജസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അടൂർ ബാസി ഇമിറ്റേറ്റ് ചെയ്യൂ. ഇല്ല, എന്തിനാ ഇമിറ്റേറ്റ് ചെയ്യുന്നത്? ഇത് തന്നെയല്ലേ അടൂർ ബാസി. സിദ്ധാർത്ഥയുടെ ഹൈറ്റ് 6'2". സിദ്ധാർത്ഥയുടെ വെയിറ്റ് സിദ്ധാർത്ഥയുടെ റേറ്റ്. ഈ വലുപ്പം വെച്ച് ഒരു ഐറ്റം നമ്പറിന് വിളിച്ചാൽ ടോപ്ലെസ് ആയിട്ട് അഭിനയിക്കാൻ റെഡിയാണോ? ടോപ്ലെസ് ആയിട്ട് മാത്രമല്ല, ബോട്ടംലെസ് ആയിട്ട്. ഞാൻ 2 കാര്യങ്ങൾ പറയാം. ചൂസ് വൺ. ഡയറക്ടർ, ആക്ടർ. ഡയറക്ടർ. സിനിമയ്ക്ക് അവാർഡ് കിട്ടുക, സിനിമ ഹിറ്റ് ആവുക. സിനിമ ഹിറ്റ് ആവുകയും അതിന് അവാർഡ് കിട്ടുകയും ചെയ്യും. ഇതിലേതെങ്കിലും ഒന്ന് സിനിമയ്ക്ക് ഹിറ്റ് ആകുക. കാര്യം ഞാൻ സിനിമ എടുക്കുമ്പോൾ എന്റെ പ്രൊഡ്യൂസറിനെ കൂടെ എനിക്ക് നോക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ അതിൽ വർക്ക് ചെയ്ത എല്ലാവരെയും നോക്കേണ്ടതുണ്ട്. ഇതിലേതാ കഷ്ടം? പടം പിടിക്കാൻ, പടം റിലീസാക്കാൻ. പുതിയ ഒരാൾക്ക് പടം റിലീസാക്കാനാണ് പ്രയാസം. വൈ എന്ന് പറഞ്ഞാൽ മറ്റേത് നമുക്ക് പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, പിടിക്കാൻ പറ്റും. പക്ഷേ റിലീസ് എന്ന് പറഞ്ഞാൽ അത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും തിയേറ്റേഴ്സിനെയും ഒക്കെ ആശ്രയിച്ചിരിക്കും. ചൂസ് വൺ. സിദ്ധു ആര്? പാവത്താൻ, ഷൈത്താൻ? ഇക്കാലത്ത് പാവത്താനായിട്ടിരിക്കുന്നതിനേക്കാളും നല്ല ഷൈത്താനായിട്ടിരിക്കുന്നതാണ്. മഹാഭാരതത്തിൽ ഒരു കഥാപാത്രമാവാൻ പറ്റിയ ആരാവും? വ്യാസൻ. മഹാഭാരതം കണ്ടതും എഴുതിയതും വ്യാസനാണ്. അങ്ങനെ കഥകൾ കാണാനും എഴുതാനും കഴിയുക വലിയൊരു ഭാഗ്യമാണ്. രാമായണത്തിൽ ആരാവും? രാമായണത്തിൽ രാവണനാവാനാണ് ആഗ്രഹം. തട്ടിക്കൊണ്ടുപോവാലോ അല്ലേ? തട്ടിക്കൊണ്ടുപോവാം. ശ്രീജിതനാണല്ലോ രാവണൻ, സ്ത്രീജിതനല്ല ശ്രീജിതൻ. അപ്പൊ ഐശ്വര്യം രാവണൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കഥാപാത്രമാണ്. അറേബ്യൻ ടൈൽസിൽ ആരായി മാറും? ഇപ്പൊ ഷാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ജിന്നാവണമെന്നല്ലേ? കള്ളൻ കണ്ടുപിടിച്ചു. അപ്പൊ അതായിക്കോളാം. മാവേലിയാവോ വാമനനാവോ? ചാൻസ് കിട്ടിയ മാവേലിയാവുന്നതാണ് ഇഷ്ടം. തലയിൽ ഇഷ്ടം സ്ഥലമുണ്ട്. തന്നെയല്ല, നേരത്തെ പറയുകയും വർഷങ്ങളായിട്ട് ജീവനോടെ ഇരിക്കുന്ന ഒരു കല്ലിനേക്കാളും ഒന്ന് മിന്നിപ്പോകുന്ന മിന്നലായിരിക്കും കുറച്ചുകൂടെ ഒരാൾക്ക് ഒരു മനുഷ്യന് പ്രയോജനം കിട്ടുന്ന കാര്യം. ആ കല്ലെ ചവിട്ടാൻ പോകുമ്പോഴായിരിക്കും മിന്നല് വരുന്നത്. അപ്പൊ ആ മിന്നലിന്റെ വെട്ടത്തിൽ കല്ല് കാണുകയും മാറിപ്പോവുകയും ചെയ്യും. ആൻഡ് ക്ലബ് എഫ്എമ്മിൽ എന്റെ കൂടെ ഉള്ളത് സിദ്ധാർത്ഥ ശിവ. കണക്കിന് ഫൺ.
AK-47 റെഡി റെഡി ഷാൻ. ആൻഡ് എന്റെ കൂടെ ഉണ്ട് സിദ്ധാർത്ഥ ശിവ 101 ചോദ്യങ്ങളുടെ സംവിധായകനാണ്. 101 ചോദ്യങ്ങളുടെ സംവിധായകൻ പറയാ. ഇതിലേതാണ് കഷ്ടം? ചോദ്യം ഉണ്ടാക്കാൻ, ഉത്തരം പറയാൻ. ചോദ്യം ഉണ്ടാക്കാൻ. ഉത്തരങ്ങൾ നമ്മളുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട്, പക്ഷെ അതിന് പറ്റിയ ചോദ്യം ഉണ്ടാക്കാനാണ് നമുക്ക് പ്രയാസം. സിനിമയിൽ അഭിനയിക്കാൻ, സിനിമയിൽ അഭിനയിപ്പിക്കാൻ ഇഷ്ടം. ഇതിലേതാണ് കഷ്ടം? കഷ്ടം സിനിമയിൽ അഭിനയിക്കാൻ. തീർച്ചയായിട്ടും അഭിനയിപ്പിക്കാൻ കഷ്ടമില്ല. അഭിനയിപ്പിക്കാൻ കഷ്ടമില്ല. എന്നാൽ എന്നെ ഒന്ന് അഭിനയിപ്പിക്കും. അത് കഷ്ടമായി പോകും. ചാൻസ് ചോദിക്കാൻ, ചാൻസ് കൊടുക്കാൻ. ചാൻസ് കൊടുക്കാൻ. ചാൻസ് ചോദിക്കുന്ന ആളുകൾക്ക് ചാൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു റിസ്ക് ആണ്. എനിക്ക് കൂടുതലും കണ്ടെത്തുന്നതാണ് എനിക്ക് താല്പര്യം. ഡിഫൈൻ, ഒരു വരിയിൽ പറയുക. അവാർഡ് പടം എന്നാൽ എന്ത്? റിയലിസ്റ്റിക് ആയിട്ടുള്ള, സത്യസന്ധമായിട്ടുള്ള അവതരണം. അപ്പൊ ബാക്കിയുള്ള സിനിമകളല്ലേ? കുറച്ചൊരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. സിനിമയ്ക്കകത്ത് മസാല എന്ന് പറഞ്ഞാൽ എന്ത്? മസാല, മുളക് പൊടി, അതിന്റെ കറിക്കാത്ത മസാല പോലെ തന്നെ കുറച്ച് എരിവും പുളിയൊക്കെ ഉള്ള. എന്താണ് എരിവും പുളിയും? ഘടകങ്ങൾ പറയുക. ഡിഫൈൻ. നല്ല സിനിമ എന്നാൽ എന്ത്? ഒരു സംവിധായകൻ പറയുന്ന കഥ എനിക്ക് അനുഭവമുള്ളതാണെന്നും എന്റെ ചുറ്റുവട്ടത്ത് നടന്നതാണെന്നും ഒരു പ്രേക്ഷകന് തോന്നുന്നതാണ് നല്ല സിനിമ. ചീത്ത സിനിമ അതല്ലാത്ത സിനിമ. വെൽ, വൺ വേർഡ് റിയാക്ഷൻ പറയുക. ഞാൻ പറയുന്ന കുറെ കാര്യങ്ങളെ കുറിച്ച്. നമ്മൾ അടുത്തിടെ കേൾക്കണ പ്രയോഗങ്ങളും പേരുകളാണ് ഞാൻ പറയണത്. KCB, ലോഡ് ഷെഡിംഗ്, KSRTC, ഡീസലില്ല, ചീഫ് വിപ്പ്, ബീപ്പ്, സഞ്ജയ് ദത്ത്, മുന്നബായി, നരേന്ദ്രമോദി. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പൊളിറ്റീഷ്യനാണ്. വികസനങ്ങൾക്ക് ഒരുപാട് നമ്മളെ കാണിച്ചു തന്നിട്ടുള്ള ഒരു ചീഫ് മിനിസ്റ്ററാണ്. തീർച്ചയായിട്ടും. കേരളത്തിൽ മോഡി വന്നാൽ കേരളത്തിന് മോഡി കൂടുമോ? മോഡി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കൂടുമെന്നറിയില്ല, പക്ഷെ ഗുജറാത്തിൽ മോഡിക്ക് നല്ല മോഡിയുണ്ട്. മലാല, ഒരു മാലാക്ക കുട്ടി, മാർപ്പാപ്പ, പാവങ്ങളുടെ പാപ്പ, ബണ്ടി ചോർ, എന്റെ ആരാധന പുരുഷൻ. പുള്ളി ഭയങ്കര കൂളല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആറ്റിറ്റ്യൂഡ്. സിദ്ധാർത്ഥ ശിവ, ഷാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടർ. എങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടർ എന്റെ കൂടെ ഉണ്ട് ഓൺ ക്ലബ് FM സ്റ്റാർ ജാം. അടുത്ത സിനിമയിൽ നാനാ പട്ടേക്കറിന്റെ കൂടെ, അദ്ദേഹത്തിന്റെ കൂടെ ഞാനാണ് അഭിനയിക്കുന്നത്. അത് ഞാൻ ഇവിടെ വെച്ച് പ്രഖ്യാപിച്ചോളുന്നു. ഓക്കെ, ഞാൻ സിനിമ നിർത്തിയ കാര്യം പ്രഖ്യാപിച്ചോളുന്നു. ടൺ കണക്കിന് ഫാൻ. 101 ചോദ്യങ്ങൾ മാത്രം ചോദിക്കുന്ന ഒരു ഷോ. ഇന്ന് സ്റ്റാർ ജാമിന്റെ പ്രത്യേകത അതായിരുന്നു. കാരണം എന്റെ കൂടെ ഉള്ളത് 101 ചോദ്യങ്ങളുടെ സംവിധായകൻ സിദ്ധാർത്ഥ ശിവ. ആൻഡ് 100 ചോദ്യങ്ങൾ കഴിഞ്ഞു. 101ാമത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ്. യെസ്. ബിഫോർ ദാറ്റ് ബിൽഡപ്പ് എങ്ങനെ ഒന്ന് കേക്കട്ടെ. അവസാനത്തെ ക്വസ്റ്റ്യനിൽ എത്തുന്നതിന് മുമ്പ് 100 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 2 ബഫർ ക്വസ്റ്റ്യൻസ്. ഹൗ വാസ് സ്റ്റാർ ജാം? സ്റ്റാർ ജാം വളരെ നല്ലൊരു പ്രോഗ്രാമാണ്. ഷാൻ ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരുന്നെന്ന് തോന്നുന്നു. നല്ലൊരു ഈ 3 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. ഏറ്റവും അടുത്ത ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഈ ഷോനെ കുറിച്ച് ആദ്യം പറയാൻ പോകുന്ന കാര്യം എന്താ? ഞാൻ പറയാതെ തന്നെ ക്ലബ് എഫും അതുപോലെ തന്നെ സ്റ്റാർ ജാമും ഷാനും ഒക്കെ എന്റെ ഫ്രണ്ട്സിന് ഒരുപാട് സുപരിചിതമാണ്. അതുകൊണ്ട് അവർ ഇങ്ങോട്ട് ചോദിക്കും, കലക്കിയിലടാ മോനെ ഷാൻ. ഫൈനൽ ക്വസ്റ്റ്യൻ, 101ാമത്തെ ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യനെ 2 ഭാഗമായിട്ട് തിരിക്കുകയാണ്. സിദ്ധു ഈ ഷോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്റെ അടുത്ത് പറയണ്ടായി, ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട്, ഒരു അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടല്ല ഒരു സിനിമ എടുത്തത്. ആ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി. സിദ്ധു ഒരു വൺ ടൈം വണ്ടർ ആണ്? അല്ല, ഒരിക്കലും ഇല്ല. എനിക്ക് മനസ്സിൽ ഒരുപാട് കഥകളുണ്ട്. ആ കഥകളൊക്കെ സിനിമയാക്കാൻ ആഗ്രഹമുണ്ട്. പിന്നെ എന്റെ എല്ലാ സിനിമകളും ഏറ്റവും മികച്ച സിനിമകളോ, എല്ലാ സിനിമകളും അവാർഡ് സിനിമകളോ അല്ലെങ്കിൽ അവാർഡ് കിട്ടുമൊന്നുമില്ല. ഒരുപാട് പോരായ്മകളുള്ള സിനിമകൾ ഞാൻ ഇനി ചെയ്തേക്കാം. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം മാക്സിമം ആ പോരായ്മകളുടെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എൻ്റെ സിനിമകളിൽ ഉണ്ടായേക്കാവുന്ന വീഴ്ചകളുടെ അല്ലെങ്കിൽ അതിൻ്റെ കുറ്റങ്ങളുടെ, കുറവുകളുടെ ഒക്കെ മാക്സിമം അളവ് കുറയ്ക്കുക. പെർഫെക്റ്റ് ആയിട്ടുള്ള സിനിമ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും മാക്സിമം നല്ല സിനിമകൾ, കുറവുകൾ ഏറ്റവും കുറച്ചുള്ള സിനിമകൾ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. 5 എന്നുള്ള മൂവിയിൽ നാനാ പട്ടേക്കറിന്റെ കൂടെ ഡു എ ഗ്രേറ്റ് ജോബ് സിദ്ധു. താങ്ക് യു വെരി മച്ച്. ആൻഡ് ക്ലബ് FM എന്റെ കൂടെ ഉള്ളത് സിദ്ധാർത്ഥ ശിവ. ടൺ 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 കണക്കിന് ഫാൻ. ടൺ 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 കണക്കിന് ഫാൻ.